എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PV അൻവറിനെ തള്ളിപ്പറയുകയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തതോടെ PV അൻവറും CPMഉം തമ്മിൽ അകലുന്നു എന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങൾക്ക് കാര്യമായ പ്രസക്തി നൽകേണ്ടെന്നും പാർട്ടിയും മുഖ്യമന്ത്രിയും P ശശിക്കൊപ്പമാണ് എന്ന സന്ദേശം CPM ഉയർത്തുമ്പോൾ ഇതിന് മറുപടിയുമായി ഇന്ന് 4:30 PV അൻവർ MLA തൻ്റെ തട്ടകമായ നിലമ്പൂരിൽ വാർത്താസമ്മേളനം നടത്തുകയാണ്. കേരള രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന ഈ വാർത്താസമ്മേളനത്തിൽ PV അൻവർ MLA കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുമോ, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉയരുമോ, ഒരു പക്ഷേ MLA സ്ഥാനം രാജിവെക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനത്തിലേക്ക് മാറുമോ എന്ന ആകാംക്ഷയിൽ ഇന്ന് വൈകുന്നേരം 4:30 വരെ കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിനായി മുൾമുനയിൽ നിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് PV അൻവർ MLA വാർത്താ സമ്മേളന വിവരം പുറം ലോകത്തെ അറിയിച്ചത്. നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ തീയായി മാറുക എന്ന വലിയ സന്ദേശം അൻവർ പോസ്റ്റിൽ കുറിക്കുമ്പോൾ അത് ഒരു പോരാട്ടത്തിന് തന്നെയാണ് എന്നും താൻ പിന്നോട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന കൂടിയാണ്. മാത്രമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനമാണ് വലുതെന്നും അക്കാര്യത്തിൽ തനിക്ക് കൂടുതൽ ജാഗ്രതയുണ്ട് എന്നുള്ളതും താൻ കുറച്ച് ആത്മാഭിമാനം കൂടിയ കൂട്ടത്തിലാണ് എന്ന് PV അൻവർ പറയുന്നതും ഇവിടുത്തെ ജനങ്ങളോടല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടുമാണ് എന്നത് വ്യക്തമാണ്. PV അൻവർ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കുന്നതടക്കമുള്ള കടുത്ത തീരുമാനമെടുത്താൽ അത് ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPMനും വലിയ വെല്ലുവിളിയായി മാറും. വയനാട്, പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഏതു സമയവും നടക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ PV അൻവർ MLA രാജിവെച്ചാൽ നിലമ്പൂരും ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ ആശങ്കപ്പെടുത്തുന്നത്. പാർട്ടിയും മുഖ്യമന്ത്രിയും PV അൻവറിനെ തള്ളുമ്പോഴും സാധാരണ CPM പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം അൻവറിനൊപ്പമാണെന്ന തിരിച്ചറിവും CPMനുണ്ട്. നമുക്ക് രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ 2011 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറനാട്ടിൽ ആദ്യം PV അൻവറിന് പിന്തുണ നൽകുകയും പിന്നീട് CPIയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പിന്മാറുകയും ചെയ്യുകയും ഇടതുപക്ഷം സീറ്റ് CPIക്ക് നൽകുകയും CPI സ്ഥാനാർത്ഥി ഏറനാട്ടിൽ മത്സരിക്കുകയും PV അൻവർ സ്വതന്ത്രനായി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1980 രൂപപ്പെട്ട ശേഷം ആദ്യമായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഏറനാട്ടിൽ കണ്ടു. 48,000-ലേറെ വോട്ടുകൾ നേടിക്കൊണ്ട് PV അൻവർ 2ാം സ്ഥാനത്തേക്ക് എത്തുകയും BJPക്കും STPIക്കും പുറമെ LDF സ്ഥാനാർത്ഥി 5ാം സ്ഥാനത്തേക്ക് പോകുന്നതും ഏറനാട്ടിൽ കണ്ടു. അതായത് പാർട്ടിയും മുഖ്യമന്ത്രിയും മുന്നണിയുമൊക്കെ തീരുമാനമെടുക്കുമ്പോഴും ചില നിലപാടുകൾ, ചില തീരുമാനങ്ങൾ അത് പാർട്ടി അണികളെയും സ്വാധീനിക്കുമെന്നാണ് ഏറനാട്ടിൽ കണ്ടത്. ആ ഒരു ആശങ്ക ഏറനാട് തൊട്ടുകിടക്കുന്ന നിലമ്പൂരിലും CPM നേതൃത്വത്തിനുണ്ട്. CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഒരു കുന്തമുന പോലെ സർക്കാരിന് മുമ്പിൽ നിൽക്കുമ്പോൾ PV അൻവറിൻ്റെ ആരോപണങ്ങൾ
UDF രാഷ്ട്രീയമായി മാറ്റുമ്പോൾ, രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ ഇന്നത്തെ PV അൻവർ MLA വാർത്താ സമ്മേളനം നെഞ്ചിടിപ്പോടെ നിലമ്പൂരും അതേപോലെ സംസ്ഥാന രാഷ്ട്രീയവും കാത്തിരിക്കുന്നുവെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഈ അടുത്ത കാലം വരെ പ്രതിപക്ഷ നേതാവിനും അതേപോലെ UDFനുമെതിരെ ആഞ്ഞടിച്ച PV അൻവർ നിലമ്പൂരിൽ AK ശശീന്ദ്രൻ മന്ത്രിക്കെതിരെ വരെയും പരസ്യ ആരോപണങ്ങളും വനപാലകർക്കെതിരെയും വനം വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനം നടത്തിയ PV അൻവർ പക്ഷേ ഇന്നലെ ചുങ്കത്തറയിൽ VD സതീശനൊപ്പം പ്രതിപക്ഷ നേതാവിനൊപ്പം വേദി പങ്കിട്ടപ്പോൾ സൗമ്യതയുടെ മുഖമാണ് കണ്ടത്. ഒരാരോപണവും ഒരു വിഷയത്തിലും ഉന്നയിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് കൂടി സഹായിച്ചാൽ ചുങ്കത്തറ CHCയിൽ കൂടുതൽ ഡയാലിസിസ് മെഷീനുകൾ കൊണ്ടുവരാൻ കഴിയും, കിഡ്നി രോഗികൾക്ക് സഹായം നൽകാൻ കഴിയുമെന്ന് പറയുമ്പോൾ അൻവർ MLA വാക്കുകൾ മുഖവിലക്കെടുക്കുന്നുവെന്നും കോൺഗ്രസ് 1 മാസത്തിനുള്ളിൽ 2 ഡയാലിസിസ് മെഷീൻ നൽകുമെന്ന മറുപടിയും സതീശൻ നൽകുമ്പോൾ അവിടെ എന്തോ ഒരു രാഷ്ട്രീയം മണക്കുന്നില്ലേ എന്ന ചർച്ചയും നിലമ്പൂരിൽ സജീവമായിരിക്കുകയാണ്. എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്, ഇതിലെല്ലാ സംഘടനകളും ഇതിലിടപെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് OIC ഓവർസീസ് കോൺഗ്രസ് ഒന്ന് നിങ്ങൾ ഇടപെടണം കിട്ടും. ഒരു 2-3 മെഷീൻ കൂടി നിങ്ങൾ അത് വാങ്ങിത്തരണം. അതിനുള്ളൊരു ഇടപെടൽ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ഒരു എളിയ റിക്വസ്റ്റ് കൂടി നടത്താനാണ്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് വരാൻ പറ്റില്ല. പിന്നെ അന്ന് പ്രതിപക്ഷ നേതാവ് വരുമ്പോൾ ഞാൻ വന്നിട്ടില്ലെങ്കിൽ അത് വേറെ രാഷ്ട്രീയമാവുന്ന നിലക്കാണ്. ആവശ്യമില്ലാത്തൊരു കോൺട്രവേഴ്സി വേണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ നമ്മൾ കൂടിയില്ല എന്നുള്ളതാണ് ഒരു പരിഭവമായിട്ട് പറഞ്ഞത്. ഞാൻ സപ്പോർട്ട് വിദേശത്ത് കിട്ടിയില്ല. അപ്പൊ ഞാൻ അത് ആ പരാതി കൂടി ഇവിടെ പരിഹരിക്കാം. 1 മാസത്തിനുള്ളിൽ അത് ഗൗരവമായിട്ട് പറഞ്ഞൊരു സംഭവമാണ്. ഞാനത് ഗൗരവമായിട്ട് തന്നെ ഏറ്റെടുത്ത് അത് ചെയ്യും. 2 മെഷീൻ 1 മാസത്തിനുള്ളിൽ അതിന്റെ പൈസ പണം എത്തിച്ചേരാം. നിങ്ങൾ വാങ്ങിച്ചോളൂ. പണം എത്തിയിട്ട് പ്രസിഡന്റ് പറഞ്ഞാൽ MLA അത് എത്തിക്കോളാം. ചുങ്കത്തറയിലെ പരിപാടിക്കെത്തിയ PV അൻവർ ആദ്യം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ADGP RS നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ 2024 ഏറ്റവും വലിയ തമാശയാണെന്ന് പറഞ്ഞതെങ്കിൽ, യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് 1-ാം പ്രതി, ഈ കേസിൽ 1-ാം പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ADGP അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ, മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ PV അൻവറും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇന്നലെ ഒരേ രീതിയിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ UDF നേതാക്കൾക്ക് തന്നോടിപ്പോൾ വലിയ സ്നേഹമാണെന്ന് അൻവർ പറഞ്ഞപ്പോൾ, തൻ്റെ പ്രസ്താവനകൾ ഞാൻ വായിച്ചു അൻവറെ എന്ന് അൻവറിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ ഏറനാട് MLA PK ബഷീർ പറയുകയും, മറ്റൊരു രീതിയിൽ സർക്കാരിനെ പരിഹസിക്കുന്ന രീതിയിൽ ഇപ്പോൾ താരമായി നിൽക്കുന്നത് അൻവറാണ്, അൻവർ പറഞ്ഞാൽ ഇപ്പോൾ എന്തും നടക്കുമെന്ന് പറഞ്ഞ് LDF സർക്കാരിനെതിരെ ചെറിയൊരു ഒളിയമ്പും ബഷീർ ചെയ്യുകയാണ്. അതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഏതാണ്ട് നിൽക്കുകയാണോ, അപ്പൊ ഈ സ്ഥലം കിട്ടാൻ വേണ്ടി ഇപ്പൊ സെറ്റാക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിപ്പോ ആരാ കൊടുക്കും. അപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻവറിനോട് കാണിക്കുന്ന മൃദുത്വ നിലപാടും CPM-ഉം മുഖ്യമന്ത്രിയും അൻവറിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് സ്വീകരിക്കുന്ന കടുത്ത നിലപാടും, ഈ 2 നിലപാടുകൾ അന്തരീക്ഷത്തിൽ ചർച്ചയായി നിൽക്കുമ്പോഴാണ് ഇന്ന് വൈകുന്നേരം 4:30 നിലമ്പൂർ റെസ്റ്റ് ഹൗസിൽ PV അൻവർ MLA വാർത്താ സമ്മേളനത്തിന് ഒരുങ്ങുന്നത്. അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ ആരോപണങ്ങൾ ഉയരുമോ, നിലമ്പൂരിനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനമുണ്ടാകുമോ എന്നുള്ള ആകാംക്ഷയിലാണ് നിലമ്പൂർ. എന്തായാലും തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നിലപാടുകളും ഇന്ന് 4:30 അൻവർ പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ കാത്തിരിക്കുക തന്നെ വേണ്ടിവരും. എന്തായാലും കേരള രാഷ്ട്രീയവും നിലമ്പൂർ രാഷ്ട്രീയവും പുതിയ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. 3 പതിറ്റാണ്ടുകാലം ആര്യാടനിലൂടെ UDF-ഉം കോൺഗ്രസും നിലനിർത്തിയ മണ്ഡലം
2016 കുഞ്ഞാലിയുടെ തട്ടകത്തിൽ CPM-ന്റെ സ്വപ്നമായി തിരിച്ചുപിടിച്ച PV അൻവറിൻ്റെ വാക്കുകൾക്ക് CPM-ഉം മുഖ്യമന്ത്രിയും നേരായ രീതിയിൽ ചെവി കൊടുക്കുന്നില്ലെങ്കിൽ അത് അവരുടെ അണികളിലും ഭിന്നിപ്പുണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ്. അതേപോലെ തന്നെ ഈ സർക്കാർ നിലമ്പൂർ ബൈപ്പാസിന് ആവശ്യമായ ഫണ്ട് ധനകാര്യ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും അനുവദിക്കാത്തതും തുടർ നടപടി ഉണ്ടാകാത്തതും കുറേ കാലങ്ങളായി അൻവറിനെ അലട്ടുന്ന പ്രശ്നമാണ്. അതും ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർന്നു വരാം. എന്തായാലും ഇന്ന് വൈകുന്നേരം 4:30 വരെ അൻവർ വാർത്താ സമ്മേളനം നടത്തും വരെ കാത്തിരിക്കുക മാത്രമാണ് നമുക്കുള്ളത്. ആകാംക്ഷയുടെ മുൾമുനയിൽ 4:30 വരെ കാത്തിരിക്കാം.